കഴിഞ്ഞ ഒരു വർഷം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ ഒന്നായിരുന്നു. ഗ്ലോബൽ എക്കോണമി, മാക്രോ എക്കോണമിക് കണ്ടീഷൻസ് ഇവയിലൊക്കെ ഉണ്ടായ വെല്ലുവിളികൾക്കിടയിലും മറ്റു രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ്സ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്ന് കാണാൻ പറ്റും. പക്ഷേ അതിനിടയിലും ചില നല്ല ഓഹരികൾ അതിന്റെ ഓൾ ടൈം ഹൈ ലെവലിൽ നിന്നും ഇപ്പോഴും വളരെ താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും 30% കൂടുതലുള്ള 3 കമ്പനികളെ കുറിച്ചാണ് വിശദമായി പറയാൻ പോകുന്നത്. വെൽക്കം ടു ഗ്രോ മലയാളം. തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയുള്ള ഒരുപാട് കണ്ടന്റുകൾ ഓരോ ദിവസവും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ROE ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അതേസമയം ROCE അഥവാ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് എത്ര നന്നായിട്ടാണ് അതിന്റെ ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ EBIT അഥവാ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസിനെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ROCE ഈസ് ഈക്വൽ ടു EBIT, ദാറ്റ് മീൻസ് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ROCE കമ്പനികളുടെ കടങ്ങളെയും കൂടി കണക്കിലെടുക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു നല്ല ഫാക്ടർ ആയിട്ടാണ്, മെട്രിക് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ജനറലി ROE ആൻഡ് ROCE എത്ര കൂടുന്നുവോ കമ്പനികൾക്ക് അത്രയും തന്നെ അത് നല്ലൊരു കാര്യമാണ്. കാരണം കമ്പനി അത്രയും നന്നായി അതിന്റെ ഇക്വിറ്റി അല്ലെങ്കിൽ ഓവറോൾ ക്യാപിറ്റൽ യൂസ് ചെയ്തു എന്നാണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൈ ROE ആൻഡ് ROCE കൂടാതെ നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5000 കോടിയിൽ കൂടുതലുള്ള കമ്പനികൾ മാത്രമാണ് ഈ ലിസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിൽ 52 വീക്ക് ഹൈയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഓഹരിയെ നമ്മൾ അവസാനമാണ് കവർ ചെയ്യുക. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ ആദ്യത്തെ കമ്പനി ടാറ്റ എലക്സി ലിമിറ്റഡ്. ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ടാറ്റ എലക്സി കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 550% റിട്ടേൺ ആണ് അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ടാറ്റ എലക്സി ഓട്ടോമോട്ടീവ്, മീഡിയ, കമ്മ്യൂണിക്കേഷൻസ്, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ഡിവൈസസ് തുടങ്ങി വിവിധ ഇൻഡസ്ട്രികളിലായി സർവീസ് നൽകുന്ന ഒരു ലീഡിംഗ് ഡിസൈൻ ആൻഡ് ടെക്നോളജി സർവീസസ് പ്രൊവൈഡർ ആണ്. റിസർച്ച് ആൻഡ് സ്ട്രാറ്റജി, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ ഡിസൈൻ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മുതൽ അതിന്റെ വെരിഫിക്കേഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് എന്നിവയിലൊക്കെ എൻഡ് ടു എൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ടെക്നോളജി കമ്പനി കൂടെയാണ് ടാറ്റ എലക്സി. ടാറ്റ എലക്സിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി വരുന്നത് 37.18%, ROCE എന്ന് പറയുന്നത് 47.72% ആണ്. കമ്പനിയുടെ സ്റ്റോക്ക് ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 42% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയുള്ള സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്നതിൽ കമ്പനിക്ക് ഒരു നീണ്ട നാളത്തെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്പ്, USA, ഇന്ത്യ, ജപ്പാൻ തുടങ്ങി വിവിധ ജോഗ്രഫീസിലായി കമ്പനിക്ക് പ്രസൻസും ഉണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ കൂടി വരികയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. അത് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, ന്യൂ ഏജ് കമ്പനീസ് ഒക്കെ മാർക്കറ്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കമ്പനിക്ക് ഇപ്പോഴുള്ള പ്രൈസിംഗ് പ്രഷർ ഇനിയും അങ്ങോട്ട് തുടർന്നേക്കാം. ഇനി നമുക്ക് ടാറ്റ എലക്സിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 6,286 rupees, PE ratio 58.4, debt to equity 0.11, 5-year sales CAGR 15%, return on equity 37.2, 1-year returns 8.11%, 5-year CAGR returns 45%, 200 DMA 7406, RSI 40.9. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ആണ്. നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലെ ഒരു ഡൈവേഴ്സിഫൈഡ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കമ്പനിയാണ്. കമ്പനി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ടെലിവിഷൻ, ഡിജിറ്റൽ കോണ്ടന്റ്, ഫിലിംഡ് എന്റർടൈൻമെന്റ്, ഇ-കൊമേഴ്സ്, പ്രിന്റ് ആൻഡ് അലൈഡ് ബിസിനസ് മേഖലകളിലൊക്കെയാണ്. നെറ്റ്വർക്ക് 18 ഡൈവേഴ്സിഫൈഡ് കണ്ടന്റ് ഓഫറിംഗ് ബിസിനസ് ഉള്ള TV18 51.17% സ്റ്റേക്കും ഉണ്ട്. നെറ്റ്വർക്ക് 18 റിട്ടേൺ ഓൺ ഇക്വിറ്റി 32%, ROCE 33.8% ഈ സ്റ്റോക്ക് ഇപ്പോൾ അതിന് 52 വീക്ക് ഹൈയിൽ നിന്നും 43.87% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് 18 ഇന്ത്യ ഒരു ലീഡിംഗ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കോൺഗ്ലോമറേറ്റ് ആണ്. ഈ മേഖലയിലെ ടോപ്പ് 3 പ്ലെയേഴ്സിൽ ഒന്നുമാണ് ഇവർ. അതുകൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ കമ്പനിയിൽ 73.15% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ഇത് കമ്പനിക്ക് ഒരു സ്ട്രോങ് പാരന്റൽ സപ്പോർട്ടും എക്സ്പീരിയൻസ്ഡ് മാനേജ്മെന്റ് ടീമിന്റെ അഡ്വാൻറ്റേജും നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ എന്റർടൈൻമെന്റ് ബിസിനസ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ബിസിനസ് ആണ്. അത് മാത്രമല്ല കമ്പനിക്ക് തുടർച്ചയായി കോണ്ടന്റ്, മോഷൻ പിക്ചേഴ്സ് ആൻഡ് സ്ട്രീമിംഗ് റൈറ്റ്സ് എന്നിവ ഉണ്ടാക്കുകയും അതിന്റെ ലീഡർഷിപ്പ് നിലനിർത്താൻ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയും ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 66.1 rupees, PE ratio 40.8, debt to equity 4.21, 5-year sales CAGR 32%, return on equity 32%, 1-year returns -26.76, 5-year CAGR returns 2%, 200 DMA 69.8, RSI 14, 46.5. ഇനി ഇന്നത്തെ ലാസ്റ്റ് കമ്പനി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ്. 2003 തുടങ്ങിയ ഈ കമ്പനി ഇന്ത്യയിലെ ലീഡിംഗ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് മാനുഫാക്ചറർ ആണ്. ഈ കമ്പനി ക്രിട്ടിക്കൽ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആയ പെർഫോമൻസ് കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ ഇന്റർമീഡിയറ്റ്സ് ആൻഡ് FMCG കെമിക്കൽസ് എന്നിവ നിർമ്മിക്കുന്നു. ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ROE 35%ഉം ROCE 46.63%ഉമാണ്. കമ്പനി അതിന്റെ 52-week ഹൈയിൽ നിന്നും 44.68% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനിക്ക് പല രാജ്യങ്ങളിലായി 30ഓളം ലൊക്കേഷൻസിൽ പ്രസൻസും ഉണ്ട്. ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, അഗ്രോ കെമിക്കൽസ്, പോളിമേഴ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് അനിമൽ ഫീഡ് എന്നിങ്ങനെ വിവിധ ഇൻഡസ്ട്രികളിൽ ഉപയോഗമുണ്ട്. ഇപ്പോഴുള്ള സ്ട്രോങ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ കൂടാതെ കമ്പനി പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൈസസ് ക്രൂഡ് ഓയിൽ വിലക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. റോ മെറ്റീരിയൽ വിലയിലുള്ള ഈ വോളറ്റിലിറ്റി കാരണം കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ പലപ്പോഴായിട്ട് സമ്മർദ്ദത്തിലുമാണ്. ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റേഷ്യോസ് നോക്കാം. കറന്റ് മാർക്കറ്റ് പ്രൈസ് 1498 rupees, PE ratio 61.4, debt to equity 0, 5-year sales CAGR 29%, return on equity 34.9%, 1-year returns -38.75%, 200 DMA 1690, RSI 14, 46.9. സോ ഇതൊക്കെയാണ് 52-week ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്ന ഉയർന്ന ROE ആൻഡ് ROCE ഉള്ള ആ 3 കമ്പനികൾ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള വീഡിയോ മാത്രമാണ്. ഇതിൽ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷനും ഇല്ല. ഒപ്പം ഗ്രോ മലയാളം എന്ന പേരിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്. നിങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.